ഓടിയെത്തിയ അശരണയായ ഒരു വൃദ്ധയോട് നമ്മുടെ ചില ജനപ്രതിനിധികളുടെ സമീപനം ഞങ്ങൾ കണ്ടു. നിയമസഭാ സമിതി പൂജപ്പുര സെൻട്രൽ ജയിൽ സന്ദർശിക്കുന്നതറിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോൾ സബൂറ ബീബി എന്ന 60-കാരി ജയിൽ പരിസരത്തുണ്ടായിരുന്നു. കടുത്ത രോഗിയായി തടവിൽ കഴിയുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ ഏതാണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ നിരങ്ങിയെത്തും. 2 കാലിന് പാതി പോലും വളർച്ചയില്ല, മക്കളില്ല, സഹായിക്കാൻ ബന്ധുക്കളുമില്ല. അതുകൊണ്ട് മറ്റൊന്നിനും കഴിയില്ലെങ്കിലും ഇവിടെ വരെ ഒന്ന് വന്ന് വിവരം തിരക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു സബൂറ ബീബി. പതിവില്ലാത്ത ആളും ബഹളവും കണ്ട് തിരക്കിയപ്പോൾ MLA-മാരുടെ വരവാണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. നല്ലവരാണെന്നും ദുരിതം കേട്ടാൽ മനസ്സിലാകുമെന്നും മറ്റു ചില സന്ദർശകർ പറഞ്ഞത് കേട്ട് വെറും മണ്ണിൽ കുത്തിയിരുന്നു ഈ വൃദ്ധ. ഒടുവിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം MLA-മാർ ഇറങ്ങുന്നു. പിന്നെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ദുരിതം ബോധിപ്പിക്കാൻ MLA-മാരുടെ കാൽക്കിലേക്ക് ഇഴഞ്ഞെത്തിയ വൃദ്ധ അരക്കാലിൽ ഒന്ന് കുത്തിപ്പോകാൻ ശ്രമിച്ചാണ് തലയടിച്ചു വീണത്. ഒരു കൈത്താങ്ങിന് പോലും ഒരാളും തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇവരെ മുൻപിലേക്ക് കടത്തിവിട്ടതിനുള്ള അമർഷമാണ് കൂട്ടത്തിൽ ഒരാൾ പ്രകടിപ്പിച്ചത്. തീരെ പരിഗണിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ വിവരം തിരക്കി പകച്ചു നിന്ന് ജയിൽ ജീവനക്കാരോട്. ജയിൽ മേധാവിയടക്കം ഉന്നതരുടെ സാന്നിധ്യത്തിലുണ്ടായ സംഭവം സുരക്ഷാ വീഴ്ചയാകുമോ എന്നുവരെ പേടിച്ചുപോയ അവരാകട്ടെ തിടുക്കത്തിൽ സബൂറ ബീവിയെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതിനിടയിൽ അവർ പറഞ്ഞുകൊടുത്തത് കേട്ട് ബോധിച്ച് ജനപ്രതിനിധികൾ മടങ്ങി, ഈ വൃദ്ധയ്ക്ക് ഒന്നുപോലെ ചെവി കൊടുക്കാതെ.